ഇന്ന് മോളുടെ സ്കൂളിൽ ക്ലാസ് പീരീഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അനിയന്റെ വൈഫിനെയും കൂട്ടി ഞങ്ങൾ നേരെ കുറ്റ്യാടിയിലേക്ക്. എന്റെ ഡ്രൈവിംഗിൽ വന്ന മാറ്റം നിങ്ങൾക്ക് എന്നെ കണ്ട ഇപ്പം മനസ്സിലാവുന്നുണ്ടാവും. ഡ്രൈവിംഗ് കുറച്ചും കൂടി എനിക്ക് സ്മൂത്തായി വരുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ സീറോ തന്നെ തുടങ്ങിയവരല്ലേ. പേടിയൊന്ന് മാറ്റി വെച്ച് സ്റ്റിയറിംഗ് കയ്യിലെടുത്താൽ പിന്നെ മുന്നിലുള്ളത് നമ്മൾ ആഗ്രഹിച്ച വഴികളായിരിക്കും. അമിത വേഗതയൊക്കെ കുറച്ച് ഒരു ഉൾക്കണ്ണോട് കൂടി അങ്ങ് ഡ്രൈവ് ചെയ്യുക. നമ്മുടെ ജീവനും റോഡിലുള്ളവരുടെ ജീവനും പ്രധാനമല്ലേ. അങ്ങനെ സ്കൂളിൽ എത്തുമ്പോഴേക്ക് അവിടെ ക്ലാസ് പി ടി എ മീറ്റിംഗ് ഒക്കെ തുടങ്ങിയിരുന്നു. അവിടെ ഇന്നൊരു ഷൈജിത്ത് എന്ന മോട്ടിവേറ്ററാണ് വന്നിരുന്നത്. അദ്ദേഹം പറഞ്ഞതിന്റെ ചുരുക്കം ഞാൻ നിങ്ങളോടും കൂടി പങ്കുവെക്കാം. നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ തലയിൽ കൈവച്ച് മോനെ മോളെ നീ ഞങ്ങളെപ്പോലെ ആവണം എന്ന് പറയോ, എന്നെ പോലെ ആവണം എന്ന് പറയോ? അങ്ങനെ പറയുന്ന തരത്തിൽ നമ്മൾ അവരെ വളർത്തിയെടുക്കണം എന്നാ അവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പേരൻസിന്റെ സമ്പത്തോ ജോലിയോ ഒന്നുമല്ല, നല്ലൊരു വ്യക്തിത്വം, നല്ലൊരു ക്യാരക്ടർ, അവർക്ക് കൊടുക്കുന്ന ക്വാളിറ്റി ടൈം ഓരോ നിമിഷവും അങ്ങനെയാണ്. അല്ലാതെ ക്വാളിറ്റി ടൈം എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി മാറ്റിവെക്കുന്നത് മാത്രമല്ല. ഒരു LKG സ്റ്റുഡന്റിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ കളർ പെൻസിൽ, അവരുടെ നോട്ട് ബുക്ക്, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. അത് നമ്മൾ അവരോട് കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അവർക്ക് വലുതായി വരുമ്പോഴുള്ള കൂടുതൽ പ്രശ്നങ്ങൾ അവർ നമ്മളോട് വന്ന് പറയുള്ളൂ. അവർ നമ്മളെ ഒരു ഫ്രണ്ടായി കാണുള്ളൂ. ഇല്ലാതെ നമ്മളിപ്പോ പെൻസിലിന്റെ കളറിന്റെ ഒക്കെ പ്രശ്നം പറയാൻ അവരോട് ഷൗട്ട് ചെയ്യാൻ നിന്നാല് അവരവരുടെ പ്രശ്നങ്ങൾ പങ്കുവെക്കുന്ന ആ ഒരു മെന്റാലിറ്റി ഇല്ലേ, അതൊക്കെ അങ്ങ് മാറ്റിക്കളയും. അതുകൊണ്ട് നമ്മൾ നമുക്ക് പറ്റുന്ന പോലെ അവർക്ക് വേണ്ടി സമയം കണ്ടെത്തുക, അവരുടെ നല്ലൊരു ഫ്രണ്ടായി മാറുക. അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങള് ഒരു ലൈമും ക്ലബ് സാൻഡ്വിച്ചൊക്കെ കഴിച്ച് അതിനുശേഷം സെഹറക്കും ഫാത്തിമാക്കും ഒരുപാട് മിഠായികൾ വാങ്ങാൻ അവിടെ ഒരു ബേക്കറി ഉണ്ടായിരുന്നു. എങ്ങനെയോ അവരെ ഞങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവന്ന് വീട്ടിലെത്തിച്ചു. അങ്ങനെ ഇന്ന് പള്ളിയില് ഉപ്പാന്റെ വകയായിരുന്നു ചോറ്. അവിടുന്ന് ഒരു മന്തിയും കൊണ്ടുവന്നു. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നു. അപ്പോ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോ. കൂടുതൽ കഥകളും വിശേഷങ്ങളുമായി വീണ്ടും വരാം. ഓക്കെ, ബൈ.